അപ്പൊ ദാ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ഹായ് ജഡ്ജസ്. എന്തെങ്കിലും ഒരു ചേഞ്ച് നീ എപ്പോഴും ഇങ്ങനെയല്ല പറഞ്ഞോണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം. അപ്പൊ നമുക്ക് വേറെ പുതിയ ജഡ്ജസിനെ കൊണ്ടുവരാം. പാറു ഞാൻ പറയാം അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരുണ്ട്. അതിനെക്കാട്ടി ഒരാൾ പോകുന്നല്ലേ കൊള്ളാം. ഞാൻ വെറുതെ പറഞ്ഞ നിങ്ങൾക്ക് എന്താ പ്രശ്നം രണ്ടുപേർക്കും? കാണിച്ചേ വാ വാ. ആ നേരത്തെ ചെയ്യാന്നെന്തോ ചലഞ്ച് ചെയ്തിട്ടുണ്ടായല്ലോ. എണീറ്റോ കം. എടി പാറു, ഞാൻ ചാലഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളൊരു പുതുമ ആഗ്രഹിച്ചു. അപ്പൊ എനിക്ക് അതൊന്ന് കണ്ടു പഠിക്കണം. ഓക്കെ, അപ്പൊ പ്രേക്ഷകരെ നമുക്ക് സൂപ്പർ സ്റ്റാർ സീനിയറിലെ പുതിയ 2 ആങ്കേഴ്സ് വരാൻ പോവാണ്. ശരത് ആൻഡ് ഷാൻ. അവരുടെ ഇൻട്രോ. ഓക്കെ ഓക്കെ, നീ തുടങ്ങടാ. ഞാൻ മറത്തരാം. ഓക്കെ, അല്ല നീ നിന്നോ, ഒരു ധൈര്യത്തിന് വേണം ഇത് കണ്ടു പഠിക്കാമല്ലോ. ധൈര്യത്തിന് കണ്ടുപിടിക്കാൻ. ഓക്കെ, റെഡി. Welcome to the first reality show of variety അല്ലേ? അതെ അതെ അതെ, ഞാൻ കുറച്ച് ടിപ്സ്. എനിക്ക് നിന്റെ ടിപ്സ് ഒന്നും വേണ്ട. കേരളം കണ്ടതിൽ വെച്ച് ആദ്യത്തെ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷോ തുടങ്ങിയിട്ട് കുറെ വർഷമായി, എന്നിട്ട് ഇപ്പൊ പറയാ ആദ്യത്തെ റിയാലിറ്റി ഷോ ഇപ്പളാ പറയുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. മഞ്ചേരി MG ശ്രീകുമാർ, നമ്മുടെ ശ്രീകുട്ടിച്ചേട്ടൻ. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതിലെന്താ കൈയടിക്കാനാണോ ഇയാളെ കൊണ്ടുപോയത് അവിടെ? ഒരു വക പറയുന്നില്ല. കൊളാബറേറ്റ് ചെയ്യുന്നില്ലല്ലോ. ഇതെന്താണ്? അത് കൊളാവും. 2 പേര് ഒരു ഷോ ആങ്കർ ചെയ്യുമ്പോൾ ആ 2 ആങ്കേഴ്സ് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. ഒരു അന്തർധാരയിൽ വേണം അവർ മുന്നോട്ട് പോകാനായിട്ട്. മനസ്സിലായോ? പിന്നെ ഷോയുടെ ഏറ്റവും വരെ ഹൈലൈറ്റ് അതിന്റെ സ്പോൺസേഴ്സ് ആണ്. അവരുടെ പേര് പറയാണ് ഷോ മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ. പവർഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, പവർഡ് ബൈ ഈസ്റ്റേൺ. സൂപ്പർ സ്റ്റാർ. പറഞ്ഞോട്ടെ. വെൽക്കം ടു അമൃത് വേണി ലൈസ് ക്വിറ്റ് സൂപ്പർ സ്റ്റാർ, പവർഡ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് പവർഡ് ബൈ ഈസ്റ്റേൺ. അല്ല ജഡ്ജസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പുതുമ തോന്നുന്നുണ്ടോ ഇതില്? തോന്നുന്നുണ്ടോ എനിക്ക് സർ? ഇപ്പൊ തോന്നുന്നു. സംഗീതത്തിന്റെ അനന്ത വിഹായസിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ എത്തിയിരിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരും കലാകാരികളും നിറഞ്ഞതാണ് സൂപ്പർ സ്റ്റാർ സീനിയർ. സാമ്യമകന്ന ഒരു ഉദ്യാനമേ, സാമ്യമകന്ന ഒരു ഉദ്യാനം ഏതാണ്? സംഗീതത്തിൻ്റെ പുഷ്പങ്ങൾ നിറഞ്ഞ സൂപ്പർ സ്റ്റാർ തന്നെയാണ് സാമ്യമകന്ന ആ ഉദ്യാനം. ആ ഉദ്യാനത്തിലെ ഓരോ പൂക്കളാണ് ഇപ്പോൾ ഇരുന്ന് കൈ തട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഗീതത്തിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ എത്തിയിരിക്കുന്ന മത്സരാർത്ഥികൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹസ്വാഗതം. അതുപോലെ തന്നെ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ ഒരു ഓർക്കസ്ട്ര, നിങ്ങൾക്കും എൻ്റെ സ്വാഗതം. അതുപോലെ നമ്മുടെ മലയാളികളുടെ അഭിമാനം, അഹങ്കാരം എന്നൊക്കെ പറയാം, എൻ്റെ പ്രിയപ്പെട്ട MG അണ്ണാച്ചി, സ്വാഗതം. ഏത് പാട്ടും അനായാസമായി പാടുന്ന നമ്മുടെ പ്രിയങ്കരിയായ സുന്ദരിയായ മഞ്ചേരി, വെൽക്കം. വേറെ എന്ത് വേണടി? പക്ഷെ ഇതൊന്നും ഇപ്പത്തെ ജനങ്ങൾക്ക് വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള മലയാളമാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നാ എല്ലാരും ദാ ഇവരെയൊക്കെ കണ്ടോ, ദൈവന്മാരെയും കണ്ടോ, 2 പേരും ഒരു ചുമ്മാ വായി നോക്കി ഇരിപ്പുണ്ട്, അവരെയും കണ്ടോ. ഞങ്ങൾ അല്ല ഷാനിക്കയ്ക്ക് ഇതെന്ന് പറയാത്ത വെൽക്കം പറഞ്ഞ സേഫ് ആയില്ലേ? നമ്മൾ വെറൈറ്റി പിടിച്ചതല്ലേ. അടുത്തൊരു റൗണ്ടിന്റെ പേരും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. ലെറ്റ് ഹർ കണ്ടിന്യൂ പ്ലീസ്. അവിടെ കാപ്പ് വെക്കണ്ട, തോറ്റു നമുക്ക് മനസ്സിലായി. അടുത്തതായിട്ട് തീം റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു നമ്മുടെ സ്വന്തം അർച്ചന. ഈ ആങ്കറിംഗ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒക്കെ ഒരു മൂത്താപ്പ അല്ലെങ്കിൽ ഒരു ഉസ്താദ് ഉണ്ട്. നിനക്കറിയില്ലല്ലോ? നമ്മുടെ അണ്ണാച്ചി, അണ്ണാത്തെ വാങ്ങ. അല്ല, ഞാനവിടെ വരണമെന്നൊന്നുമില്ല.
ഇവിടെ നിന്ന് ഞാനൊന്ന് തകർക്കാം. ഓക്കേ. ഐതിഹാസിക പ്രസിദ്ധരായ നിരവധി പുണ്യപുരുഷന്മാരുടെ ലെജൻഡറി സംഗീതജ്ഞരുടെ പാദപാംശുക്കൾ കൊണ്ട് പവിത്രമായ നാടാണ് കേരളം. കേരളത്തിൽ ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന ഏക റിയാലിറ്റി ഷോയാണ് അമൃതവേണി സൂപ്പർ സ്റ്റാർ സീനിയർ. ഇത് നിങ്ങളുടെ ഷോ, ഇത് നിങ്ങൾ നെഞ്ചിലേറ്റിയ ഏക ഷോ. 1000 നന്ദി. ലോകമെമ്പാടുമുള്ള എല്ലാ കലാസ്നേഹികൾക്കും അമൃതവേണി സൂപ്പർ സ്റ്റാർ പവേർഡ് ബൈ മലബാർ ആൻഡ് ഈസ്റ്റേണിലേക്ക് സ്വാഗതം. ഒപ്പം നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര സ്വാഗതം. നമ്മുടെ സൂപ്പർ ലെജൻഡറി ജഡ്ജസ് സ്വാഗതം. ആദ്യം ടീം റൗണ്ട്. സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനഘ. ജയ് അമൃത ടിവി. നീ പോരെ.
നൈസ്. താങ്ക് യു. അനഘ, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. എങ്ങനെയുണ്ടായിരുന്നു? എന്ത് തോന്നി? കുറെ കൂടെ റിലാക്സ്ഡ് ആയിരുന്നു. കഴിഞ്ഞാണോ വന്നപ്പോ ആ ഒരു ടെൻഷൻ ഒക്കെ പറഞ്ഞില്ല, ഇപ്പൊ അതൊക്കെ മാറിയോ? കുറച്ചുകൂടെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നീ വീണ്ടും തിരിച്ചതിലേക്ക് പോരുത്. ഓക്കെ, ചോദിക്കാം. MG സർ. അനക്സ് സ്റ്റൈല് വേണ്ട വിളിക്കാൻ. സ്റ്റൈലായിട്ട് വിളിച്ചതാ. ആരെങ്കിലും പറഞ്ഞു തന്നാണോ സർ? ഇല്ല, സത്യമായിട്ട് പറഞ്ഞില്ല. എന്നെ അർജുൻ അങ്ങനെ വിളിക്കാറ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ അർജുനുമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അർജുൻ ഫോണില് കോണ്ടാക്ട് സേവ് ചെയ്തത് NX ലെബൻ. അപ്പൊ എന്തായാലും കൊള്ളാം, വിളിക്കാൻ ഒരു സ്റ്റൈലുണ്ട്. നമ്മളിപ്പം അനഘ എന്നൊക്കെ വിളിക്കുന്ന അനക്സ് നന്നായിട്ട് പാടി. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. അതിന്റെ നല്ലൊരു കൈഡിയ. എന്തൊരു പാട്ട്! അതിന്റെ BGMസും ബാക്കിയതെല്ലാം വന്നപ്പോഴേ സത്യം പറഞ്ഞാൽ സീറ്റിൽ നിലയിൽ ചാടാൻ തോന്നി. മോള് പാടിയത് നന്നായിരുന്നു. കുറച്ചുകൂടെ രാഗഭാവം വന്ന കൊള്ളാം എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത് ആരഭിയാണെങ്കിലും ബീജത്തിലൊക്കെ ഞാനിപ്പോൾ അണ്ണാച്ചിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ബീജത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. എന്തായാലും ആരഭിയുടെ ഒരു ഔട്ട്ലുക്കാണ് മൊത്തത്തിൽ അണിഞ്ഞിരിക്കുന്ന ആരഭി വെച്ചിട്ടാണ് നന്നായിരിക്കുന്നു. പിന്നെ ഈ കാതിൽ അതൊന്ന് പാടിക്കും. കാതിൽ പൂത്തോടയുമായി കാലിൽ കാലിൽ ആ ഒരു മകരസരേ കാലിൽ 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 ആ പൊൻചി പൊൻചിലമ്പണിഞ്ഞ് നാനേന ദാമാപ ആ നോട്ട് പൊൻചിലമ്പണിഞ്ഞ് ശ്രുതി കേട്ടോ. പിന്നെ തക്കിട്ട 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 ആ താളത്തില് മനസ്സിലാ താളം ഉൾക്കൊണ്ടുകൊണ്ട് പാടണം, ഇല്ലെങ്കിൽ തളർന്നു പോവും. തരളമിഴിയിൽ മദന ഗേബയിൽ അങ്ങനെ പോവാതെ. ആ അതെ, ഓരോ അക്ഷരത്തിനും ഓരോ ചെറിയ പ്രസിങ്. അതെ, തരളമിഴിയിൽ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കി. തരളമിഴിയിൽ മദനനാടി അരയിൽ കിങ്ങിണി നൃത്തമാടി അലരി മലരതേറ്റു പാടി അലരി മലരതേറ്റു അലരി മലരതേറ്റു പാടി 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 പാടി. അതാണ് വേണ്ടത് കേട്ടോ. പിന്നെ എൻ്റെ തുണ്ടുപല്ലവിൽ പാടിയ ആ സംഗതി സൂപ്പറായിരുന്നു കേട്ടോ. പുടമുറി കല്യാണത്തിൻ്റെ ഒരു സംഗതി പാടിയല്ലോ. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മെയിനായിട്ട് തോന്നിയത് രാഗഭാവം 1. പിന്നെ ഈ ചേഞ്ച് ഓവർ വരുമ്പോഴത്തേക്ക് അതിന് ഒന്ന് അടിച്ച് പാടുക, ആ താളത്തിലോട്ട് വീഴുക. 3 ശ്രുതി. ഇത് 3 ശരിയായി കഴിഞ്ഞാൽ സൂപ്പർ. പിന്നെ ശബ്ദം, നല്ല ശബ്ദമാണ്. അത് ബ്യൂട്ടിഫുൾ പ്ലസന്റ് വോയിസ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ശരത് സർ. നല്ല പാട്ട്, നല്ല ഐശ്വര്യമുള്ള ഒരു പാട്ട്. ഈ പാട്ടിന് ചേരുന്ന പോലൊരു വേഷം അനഘയുടെ. അനഘയെ കാണാൻ വളരെ സുന്ദരിയായിട്ട്, എപ്പോഴും സുന്ദരിയാണല്ലോ അല്ലേ? ഓഹോ, അത് ശരി. ഞാൻ ചുമ്മാ ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചാ പറഞ്ഞത്. അല്ല, സത്യമാണ് കേട്ടോ. യു ആർ ലുക്കിംഗ് ഗുഡ്. അനഘയെ നല്ല പാട്ട്. എനിക്ക് ആ ഈ കാതിൽ അത് അതിന്റെ എൻ്റെ ഒന്ന് കൃത്യമാക്കാമോ? കാതിൽ പൂത്തോടയുമായി കാലിൽ പൊൻചിലമ്പണിഞ്ഞ് പൊൻചിലമ്പണിഞ്ഞ് അതൊന്ന് കറക്റ്റ് ചെയ്യുമോ? അതൊന്ന് ശരിയായിക്കൊള്ളുക. പിന്നെ അതുപോലെ ഈ തൃശ്ശരമാണ് അണ്ണൻ പറഞ്ഞത്, അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അത് കൃത്യമായിരിക്കണം. അപ്പോൾ അപ്പോഴാണ് അതിനൊരു അഴകുണ്ടാവുന്നത്. കുറച്ച് മാറിപ്പോയാൽ അയ്യോ എന്ന് തോന്നും നമുക്ക്. അതൊന്ന് നോക്കിക്കൊള്ളുക. പിന്നെ ചരണത്തിന്റെ എൻഡ് ലൈൻ ഒന്ന് പാടാമോ? തിസ്രം അത് തന്നെ വരുന്നത്. തൃശ്ശരം. അത് പാടിക്കോ. മദനലളിതമപരിമേയം രണരണകരരുധിരഭാവം രുധിരഭാവം രുധിരഭാവം രണരണകരരുധിരഭാവം രണരണകരരുധിരഭാവം ദുന്ദുഭീതൻ താളമേളം മേളം 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 മേളം. ഓക്കെ, അതുപോലെ ഈ ലാസ്റ്റ് പല്ലു എനിക്ക് അത്രയ്ക്കൊരു ഗും തോന്നിയില്ല. ഒരു മൊത്തത്തിൽ ഒരു കൺട്രോൾ ഇല്ലായ്മ ഫീൽ ചെയ്യും. അത് മാത്രമല്ല, എൻ്റെ ഒന്ന് പാടി നിർത്താമോ? പുടമുറി കല്യാണ
നിർത്തിയത്? എനിക്കിന്നു മാംഗല്യം. ഒന്നും കൂടെ ചേരാ. ഈ പറഞ്ഞ സത്യമാണോ? പറഞ്ഞ സത്യമാണോ ഒന്ന്? എന്ത്? എനിക്കിന്ന് മാംഗല്യം അല്ലല്ലോ. അല്ല, കാര്യം ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് കള്ളമാണ് സാർ, സത്യമല്ല. അപ്പൊ എന്തെങ്കിലും എല്ലാം നന്മയും ഉണ്ടാവട്ടെ അനഘ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ചേച്ചി അനഘ മോളെ നല്ല പാട്ട് സെലക്ഷൻ, നന്നായി പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. കാരണം ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇതെങ്ങനെ പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. മോള് കുറേ ശ്വാസം എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്നാലും തട്ടലും മുട്ടലില്ലാതെ അങ്ങ് പോയി, 4 കാലിൽ വന്ന് വീണു. എനിക്കിഷ്ടപ്പെട്ടു ആ ഫസ്റ്റ് പല്ലവിയൊക്കെ. രസമുണ്ടായിരുന്നു മോള് പാടുന്ന കേൾക്കാൻ. അത് ഒരു കുഞ്ഞു ശബ്ദത്തിൽ അത് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞ് ശ്രുതി പെർഫെക്ഷൻസ്, പിന്നെ അതേപോലെ സാർ എല്ലാം പറഞ്ഞു. ഞാൻ നോട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞു. അതാ സംഗതികളിൽ വന്ന ഒരു ചെറിയ ഫൈൻനെസ് കുറവ്. ആ ലാസ്റ്റ് പല്ലവി എനിക്ക് തോന്നുന്നു ആ മറ്റേതൊക്കെ പാടി തീർത്ത് ചരണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആശ്വാസമായി, ഇനി തീർന്നല്ലോ, അവിടെ എത്തിയല്ലേ. ആ ലാസ്റ്റ് പല്ലവിയിലാണ് എനിക്ക് തോന്നി അത് കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു അനഘയ്ക്ക്. അപ്പോഴത്തേക്ക് ടയേർഡായി, ആള് ക്ഷീണിച്ചു. അപ്പം അതൊന്ന് ആ ശ്വാസം വലിയ കുഴപ്പമില്ലാണ്ട് മോളെ ഹെൽപ്പ് ചെയ്തു. പാടാനൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അത് നമ്മൾ അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അത് മാറ്റിയെടുക്കണം അതെനിക്ക് തോന്നി. അല്ലാതെ മോളുടെ വോയിസ് നല്ല ക്യൂട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അനഘയിൽ, പഴയ പോലെയല്ല, ഒരുപാട് മാറി. പിന്നെ ആ ഒരു ബോഡി ലാംഗ്വേജിലും ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് നല്ലതാ. നൈസ്. നമ്മുടെ ഓർക്കസ്ട്രയും അടിച്ച് പൊളിച്ച് വായിച്ചു, സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു ചേച്ചി. ഇക്ക നന്നായിട്ട് പാടി അനക്ക. എനിക്ക് പറയാനുള്ളത് അനക്കയ്ക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഡെഫിനറ്റ്ലി കാണുന്നുണ്ട് കേട്ടോ. ഇത്ര പെട്ടെന്ന്? അതെ അതെ, ഷടയെന്ന് പറഞ്ഞിട്ട് ഒരു ഇംപ്രൂവ്മെന്റ്. 1 മണിക്കൂർ കൊണ്ട് വൻ ഇംപ്രൂവ്മെന്റ് ഒക്കെ. മോളെ നന്നായിട്ട് പാടി. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇതിപ്പോ ആ ഒരു ട്രിപ്ലറ്റിലേക്ക് മാറുന്ന സമയത്ത് ആ ഒരു ഈവൻ അതിൻ്റെ ഒരു ഡിലേ പോലെയാണല്ലോ അത് വരുന്നത്. ഇപ്പം ആ ഒരു പാടി അതുപോലെ മേളം എന്ന് പറയുന്ന ഒരു ഡിലേ, അതിൻ്റെ കൃത്യമായിട്ട് ഒരു എക്സ്ക്യൂസ്, പിന്നെ ഡിലേ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ആ ഒരു ലോക്കിൽ വീണില്ലെങ്കിൽ ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യില്ല. അതിന് ആക്ച്വലി ഒരു ക്വാണ്ടിറ്റൈസ്ഡ് ഫീൽ വേണം, എന്നാലേ ആ ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി പിന്നെ ഈ പറഞ്ഞ പോലെ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ കാതിൽ, അത് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ ഈ ട്രിപ്ലറ്റിലേക്ക് ഒറ്റ ചാട്ടമാണ് ചാടുന്നത്, അല്ലാതെ ഒരു ബ്രിഡ്ജ് വന്നിട്ട് നേരെ ട്രിപ്ലറ്റിലേക്ക് ചാടുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്വിച്ച് ചെയ്യണേ. അപ്പൊ അത് ഒന്ന് ലോക്കിൽ വീഴ്ത്തുക എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ഓർക്കസ്ട്രയും സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു. പിന്നെ അതുപോലെ ഡ്രസ്സും ആ ഒരു മൂഡ് ക്രിയേഷനൊക്കെ അടിപൊളി. ഈ ഡിലേ കൃത്യമായിട്ട് വീണില്ലെങ്കിൽ ഒരു എന്തോ പോലെ, അതൊന്ന് ശ്രദ്ധിക്കാം. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് വയ്ക്കാം. MT സർ, അനക്സിന്റെ ഇന്നത്തെ പെർഫോമൻസിന് 8.7. താങ്ക് യു സർ. ഷാനിക്ക 8.7. താങ്ക് യു സർ. ചേച്ചി ചക്കരെ 8.8. താങ്ക് യു മാം. ശരത് സർ കിട്ടും. ഓക്കെ, സോ ടോട്ടൽ 26.2. താങ്ക് യു. ഓക്കേടാ, ഞാൻ തന്നെ ആങ്കറിങ് ചെയ്യാല്ലേ? പാറു മതി. മതിയോ? പാറു സൂപ്പർ അല്ലേ? അങ്ങനെ ഒരിക്കലും ഞാൻ സൂപ്പർ അല്ലേ ശരത് സർ? അല്ലല്ല, അങ്ങനെ ഞാൻ സമ്മതിക്കത്തില്ല. അതെന്ത്? എനിക്ക് പറഞ്ഞു ഞങ്ങൾക്ക് പാറു മതി. എന്താ മിണ്ടാത്ത ഷാനിക്ക? അല്ല, ആക്ച്വലി ആങ്കറിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അതെ, അത് അവള് നന്നായി ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട്. അതൊരു കൊലയാവുന്നു. അതെ, പക്ഷെ പാറു അടിപൊളി. യു ആർ ഗുഡ് പാറു. MT സർ, പക്ഷെ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം, അതെ. നമുക്ക് രണ്ടുപേർ കൂടെ ചെയ്താലോ? ആ സർ, Wow. അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോകും സർ. എന്റെ പണി പോകും സർ. അതുകൊണ്ട് പാറു അടുത്ത ആളിനെ വിളിക്കും. വിളിക്കട്ടെ ഞാൻ. ഓക്കെ, അപ്പൊ അടുത്തതായി നമുക്ക് സ്വരം റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം യെസ്.
സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം സ്മരശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം അധരം മധുരം മകരന്ദഭരം കോമളകേശം ഘനസങ്കാശം മൗനാചരണം ചരണം മദീനി സുമുഖി അണയു സഖിനി കുവലയ നയനേ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സനി ദദ സാദമഗ പാപ പഗ പദ സ സരി സനി പദ സ ദസരി മരി സനി ദദ സാദമഗ പാപ ദഗ പദ സ സരി സനി പദ സ ദസരി ഗഗ രി മഗരി സദ സരി സനി ദ പദ സരി സരി രി രി സദ നി ദ പഗ പദ സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം സ്മരശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സൂപ്പർ യെസ് സൂപ്പർ. പിന്നെ വന്നു കഴിഞ്ഞാ എപ്പോഴും പക്ഷെ ലാസ്റ്റ് ടൈം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊക്കെ മാറ്റിയോ? അടുത്ത പാട്ടിൽ പഠിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, ചോദിക്കാം നമുക്ക്. MG സർ. യെസ് സർ, നന്നായിരുന്നു മോനെ. താങ്ക് യു സർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു.
രസമായിരുന്നു, കേൾക്കാനൊക്കെ രസമായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഗഭാവം അത് കുറച്ചുകൂടെ ഒന്ന് ബലപ്പിക്കണം കേട്ടോ. ഇപ്പം അതായത് സാമജ സഞ്ചാരിണി ഒന്ന് പാടിക്കേ. സാമജ സഞ്ചാരിണി സഞ്ചാരിണി സരസി അതിന്റെ ആ ഗമകം. സരസീരുഹ മധുവാ മധുവാദിനി. അടുത്തത് സാമജ സഞ്ചാരിണി സഞ്ചാരിണി സരസി സരസീരുഹ മധുവാദിനി. ഓക്കെ. ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം ഒരു ഇത് ഹൃദയം സ്മരശരനിലയം നിലയം സാമജ സഞ്ചാരിണി. അതാണ്. പിന്നെ അധരം മധുരം അധരം മധുരം ഇത് വരണം കേട്ടോ. ഓക്കെ സാർ. പിന്നെ ഇതിനകത്ത് സ്വരത്തില് ആദ്യ സെക്കൻഡ് ഫ്രൈസ് ഒന്ന് പാടിക്കാം. ആദ്യം പാടിക്കുള്ളൂ. ദസനി പായാണോ സായാണോ? പാന്നാണ് തുടങ്ങുന്നത്. എനിക്ക് തോന്നിയത് ഏതാ പാടിയത്? സാധാരണ പറഞ്ഞ പക്ഷെ പാന്നെടുത്ത് പാടി. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് അവിടെ എന്തോ ഒരു എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ. കുഴപ്പമില്ല. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് വന്നത്. പിന്നെ ശ്രുതി ലാസ്റ്റ് പല്ലവിൽ ഒരു ശക്കലും കൂടെ ചേരാനുണ്ട്. അതർവൈസ് നല്ല സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഷാനിക്ക. യെസ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. മെയിനായിട്ട് എനിക്ക് ശ്രുതി ആണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ലാസ്റ്റ് പല്ലവി വന്നപ്പോൾ അത് ഒന്ന് എടുത്ത് പുറത്തേക്ക് വന്നു. കുറേ ഭാഗങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷെ യഷിൻ്റെ ഒരു യൂഷ്വൽ സെൽഫ് ഉണ്ടല്ലോ, അത് എന്തോ ഒരു മിസ്സിങ് ആയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാം. ശ്രീകുണൻ ചേട്ടാ അത് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഒന്ന് മനസ്സിലെടുക്കുക. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ശരത് സർ. യശേ നല്ല ഐശ്വര്യമുള്ള പാട്ട്. യശ് നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ കയറി അത് എന്താ പറയുക, കുറച്ചും കൂടെ അറിയുമ്പോഴാണ് എല്ലാം അങ്ങനല്ലേ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു എന്താ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഈ സഞ്ചാരിണി പാടുമ്പം തന്നെ അതിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് യഷിന് കൃത്യമായിട്ട് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അല്ലാതെ അത് തെറ്റൊന്നുമല്ല. ആ സഞ്ചാരിണി ഒന്ന് പാടാമോ? ഇപ്പം അണ്ണൻ പാടിച്ചില്ലേ? സാമജ സഞ്ചാരിണി ആ തൊടുന്ന അത് തെറ്റൊന്നുമല്ല. സഞ്ചാരിണി നൈസ്. അത് തെറ്റല്ല. കുറച്ചും കൂടെ പ്രസൻസ് ഉണ്ടാവും അത് കേൾക്കുമ്പോൾ കേട്ടോ. അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ പാടുമ്പോൾ അത് കുറേ കൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അത് അണ്ണൻ അതിനാണ് യശിനെ കൊണ്ട് പാടിപ്പിച്ചത് കേട്ടോ. ബാക്കിയൊക്കെ നന്നായിരുന്നു. ഈ അധരം മധുരം അതൊന്ന് പാടാമോ? അധരം മധുരം മകരം. അധരം നല്ലാതെ അതിന് കുറച്ചും കൂടെ ഒരു ഗും വരട്ടെ. അധരം മധുരം അധരം മധുരം മകരന്ദഭരം മകരന്ദഭരിണി മകരന്ദ അത് കേക്കട്ടെ. മകരന്ദ അത് ലൈറ്റ് ആയിട്ടല്ല, അത് കുറച്ചും കൂടെ പ്രോമിനന്റ് ആയിട്ട് കേക്കട്ടെ. കറക്റ്റ് കറക്റ്റ് അല്ലല്ല എന്നാ പാടൂ. മകരന്ദഭരം അത് കേൾപ്പിക്കണം കേട്ടോ. അപ്പോഴതിനൊരു കുറച്ചും കൂടെ ഒരു സുഖം കിട്ടും. പിന്നെ വേറൊന്നുമില്ല, അതൊരു നല്ല പാട്ട്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളെപ്പോഴും യശു വന്ന് നിൽക്കുമ്പോൾ യശുവിൻ്റെ ഓരോ പെർഫോമൻസിലും ഒരു ബ്രില്യൻസ് ഉണ്ടാകും. ആ ബ്രില്യൻസ് ഈ ഒരു ഷെഡ്യൂളിൽ നമുക്ക് അങ്ങോട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല.
ഈ മുങ്ങിത്തപ്പുമ്പോഴാണ് മുത്ത് കിട്ടുന്നത്. അങ്ങനെ മുങ്ങിത്തപ്പണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി യശേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി യശ് നല്ല സുന്ദരനായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. ഓ അല്ലേ ശിവാനി? കറക്റ്റ് അല്ലേ? പിന്നെ യശ് നല്ല സോങ് സെലക്ഷൻ കേട്ടോ. എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ക്രിയേറ്റേഴ്സിൻ്റെ ഒരു മാജിക് ശരിക്കും വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു പാട്ട്. യഷിൻ്റെ സെലക്ഷൻസ് പൊതുവേ എല്ലാം ഇത്തരത്തിലുള്ള പാട്ടുകളാണ്. ഐ തിങ്ക് യശ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കർണാട്ടിക് ബേസുള്ള ഒരു പാട്ട് എടുത്ത് കൊണ്ടുവരുന്നത്. കാരണം ഇതിന് മുന്നേ പാടിയതിലെല്ലാം ഒരു ഹിന്ദുസ്ഥാനി ഛായ ഉണ്ടായിരുന്നു. എനിക്കിതിൽ യശ് പാടുമ്പോഴൊക്കെ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിച്ച ഒരാൾ സാമജ സഞ്ചാരിണി പാടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് അതിൻ്റെ ഒരു ബ്യൂട്ടിയുണ്ട്, ആ ഒരു വോയിസിൻ്റെ ഒരു ഒഴുക്കുണ്ട്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ കേൾക്കാനൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ ക്ലാസിക്കൽ കർണാട്ടിക്കിൻ്റെ എലിമെൻറ്റ്സ് ചിലത് വരാനുണ്ട്. അപ്പം അത് വരണമെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ആവശ്യമാണ്. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടുകളാകുമ്പോൾ നമുക്കതൊരു ലൈറ്റ് രീതിയിൽ പാടിപ്പോകാം. പക്ഷേ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ചില ഭാഗങ്ങൾ, ചില പ്രയോഗങ്ങളുണ്ട് അതിൽ. അത് വരുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. അത് മോന് നന്നായി പാടിയില്ല എന്നല്ല, യു സിംഗിങ് വെൽ. യശ് അത് പാടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു വെയിറ്റേജ് ഉണ്ട്, ഒരു സംഗതിക്ക് കൊടുക്കേണ്ട ഒരു ഗെയിൻ ഉണ്ട്. അത് വരുമ്പോഴാണ് കുറച്ചുകൂടി നമുക്കത് ഇത് ക്ലാസിക്കലിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലും കൂടെ വരുന്നത്. അതർവൈസ് നന്നായി പാടിയിരുന്നു. ഇതിനകത്ത് ചില സസ്റ്റെയിൻ നോട്ട്സൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്രുതി ചേരായിക വന്നതെന്നുള്ളത് ഷാൻ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്ക്. കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് എന്നറിയില്ല. മേ ബി ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോങ് എടുത്തു കൊണ്ടുവന്നത് കൊണ്ടാണോ, ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല. ആ അധരം മധുരം അവിടെയൊക്കെ പാടുമ്പോൾ കുറച്ചുകൂടി ആ ക്ലാസിക്കലിൻ്റെ ഒരു ഫ്ലേവർ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് മാത്രമാണ് അതിൽ മിസ്സിങ് ആയിട്ട് തോന്നി. അല്ലാതെ യു സാങ് വെൽ. നല്ലൊരു സിംഗറാണ്. പാടുമ്പോൾ നല്ല ഫീലോട് കൂടിയാണ് പാടുന്നത്, അനായാസമായിട്ട് പാടുന്നുണ്ട്. എനിവേ ഇതൊരു പുതിയൊരു അറ്റംപ്റ്റാണ് യഷിനെ സംബന്ധിച്ചിടത്തോളം. യഷ് ഇതുവരെ കൊണ്ടുവന്നതൊക്കെ കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളും പിന്നെ ലൈറ്റ് ആയിട്ടുള്ള പാട്ടുകളും. എന്തായാലും ഗുഡ് അറ്റംപ്റ്റ്. ഇങ്ങനത്തെ ഒരു പാട്ട് എടുത്തു കൊണ്ടുവന്നല്ലോ, ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും യു ക്യാൻ ഡു വെൽ. കുറച്ചുകൂടി കേൾക്കും തോറും ഭംഗി ആയിക്കൊണ്ടിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, മാർക്സ് വെക്കാം. ഓക്കെ എം ജി സർ. 8.8. താങ്ക് യു സർ. ഷാനിക. 8.9. താങ്ക് യു സർ. ചേച്ചി. യശേ 8.9. താങ്ക് യു സർ. ഓക്കെ സർ, ടോട്ടൽ 26.6. താങ്ക് യു. പോരാട്ടാ, കഴിഞ്ഞ റൗണ്ടും ഈ റൗണ്ടും ഒക്കെ ശരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഡാൻസ് ഡുവറ്റ് പെർഫോമൻസ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം. Celebrate. യെസ് ചേച്ചി, ലെറ്റ്സ് വെൽക്കം ഗോവിന്ദ് ആൻഡ് സ്നേഹ. கொஞ்சம் நின்னிம்பம் என் நெஞ்சில் வீண மூளும் மீனம் பாடும் ஈராவில் என் மோகம் ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻ തിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണി ചൊരിയു നീരാഗം, ഉണരു നീ വീണി ചൊരിയു നീരാഗം. கொஞ்சம் நின்னிம்பம் என் நெஞ்சில் வீணா மூலம் ஈனம் பாடும் ஈராவில் என் மோகம் ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻ തിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണേ ചൊരിയു നീരാഗം, ഉണരു നീ വീണേ ചൊരിയു നീരാഗം. ഒരു സ്മൃതിയായി മനസ്സിൽ നിറയുക നീ, പടരുക നീ മിഴിയിൽ കനലലയായി.
ഒരു മലരായി മാറിൽ നിറയുക നീ ചൊരിയുക നീ ഇതളാൽ കണിമലരായി ഒരു മലരായി മാറിൽ വിരിയുക നീ ചൊരിയുക നീ ഇതളാൽ കണിമലരായി ദാഹം ചൊല്ലി പുഴ തേങ്ങും എന്നും കണ്ണിൽ കണ്ണിൽ എന്നും കനിവല്ലയോ പാടും ഈ രാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻതിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു ഉണരു നീ വീണേ ചൊരിയു നീ രാഗം ഉണരു നീ വീണേ ചൊരിയു നീ രാഗം കൊഞ്ചും നിന്നിമ്പം എൻ നെഞ്ചിൽ വീണ മൂളും വീണം പാടും ഈ രാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻതിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു ഉണരു നീ വീണേ ചൊരിയു നീ രാഗം ഉണരു നീ വീണേ ചൊരിയു നീ രാഗം ആസാദ്യം ഗോവിന്ദ് ആൻഡ് സ്നേഹ സൂപ്പർ ആയിരുന്നു. എടാ നീ എന്തിനാ വായി ഇങ്ങനെ ഫുൾ ടൈം തുറന്നു വെച്ചോണ്ടിരിക്കണേ? ആ സ്റ്റെപ്പിന്റെ ഇതിൽ അങ്ങനെ ആയി The പോയതാണോ? nation wants to know. എന്തായിരുന്നു അത്? അതെ, നീ എല്ലാ തുടക്കം സ്റ്റെപ്പിനും തൊട്ട് ഇങ്ങനെയായിരുന്നു. മെന്റൽ കഥാപാത്രമാണല്ലോ പിടിച്ചത്. ഈ സ്റ്റെപ്പ് ശരിക്കും നീ കയ്യിൽ നിട്ടാണോ ചവലായിട്ട് പഠിപ്പിച്ചത്? പഠിപ്പിച്ചത് അങ്ങനെയാ, പക്ഷെ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ചേച്ചി ഗോവിന്ദ് ആൻഡ് സ്നേഹ ചേച്ചി സൂപ്പർ. എന്താണ് ഡാൻസ്? ഞാൻ വിചാരിച്ചു ഗോവിന്ദ് തല അവിടെ തെറിച്ചു പോകുന്നു. അമ്മാതിരി ഡാൻസ് ആയിരുന്നു. മുടിയൊക്കെ സ്നേഹ പാടുമ്പോഴും ഗോവിന്ദ് തലയിട്ടാട്ടാണ്. സ്നേഹയുടെ ഡാൻസ് ഭാഗങ്ങൾ കൂടി ഗോവിന്ദ് കളിച്ചു. ഫുൾ ടൈം ഡാൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും തലയൊക്കെ ആട്ടി അവസാനം പാടാൻ നേരത്ത് എന്താവുന്നു. പക്ഷെ പാടി. എന്തായിരുന്നു എനർജി? ഫുൾ എന്തോ ഭയങ്കര ഡാൻസ്, ഭയങ്കര പാട്ട്, ഭയങ്കര വൈബിങ് ആയിരുന്നു. വൈബിങ്, ഫുൾ വൈൻ. സീനായിരുന്നു. സീൻ കോൺട്രായിരുന്നു. കോൺട്രായിരുന്നു. പൊളിച്ചു. ഹിറ്റ് ഹിറ്റ്. നല്ല ഭംഗിയുണ്ടായിരുന്നു പെർഫോമൻസ് കാണാൻ. മക്കളെ, പാട്ട് വളരെ റെയർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ. കാരണം ഈ പാട്ട് ഞാൻ ഇതുവരെ ആരും പാടി കേട്ടിട്ടില്ല. കോമ്പറ്റീഷനിൽ ഞാൻ കേട്ടിട്ടില്ല. നല്ലൊരു സെലക്ഷൻ, രസമുണ്ട് കേൾക്കാൻ. നിങ്ങളൊരു ഒരു ഒരു ഗുമ്മുണ്ടാക്കി പാട്ട് വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചൊരു നൈസ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതില് ശ്രുതി വൈസ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ഗോവിന്ദ് ആ ഹാർമണിയൊക്കെ വന്ന സ്ഥലത്ത് രണ്ടുപേരും രണ്ട് റൂട്ടിൽ പോയി. എന്തൊക്കെയോ അവിടെ ഒന്ന് ചേരായിക തോന്നി. ഒന്ന് പാടുവോ രണ്ടുപേരും? ഉണരു നീ വീണേ ചൊരിയു നീരാഗം ഉണരു നീ വീണേ ചൊരിയു നീരാഗം. മോളുടെയോ? ഉണരു നീ വീണേ ചൊരിയു നീ രാഗം ഉണരു നീ വീണേ ചൊരിയു നീ രാഗം. ഒരുമിച്ച് പാടി, ഒന്നിച്ച് പാടി. ഉണരു നീ വീണേ ചൊരിയു നീ രാഗം ഉണരു നീ വീണേ ചൊരിയു നീ രാഗം. ഗോവിന്ദ് പാടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ചേർന്നാല് അത് കേൾക്കാൻ നല്ല രസമുണ്ടാവും. ഈ ഹാർമണി വരുന്ന സമയത്ത് ഒരുപാട് ഗ്ലൈഡ് എടുത്ത് കൊണ്ടുവന്ന ക്ലാഷ് വരും. അപ്പൊ അത് മാക്സിമം പ്ലെയിൻ ആക്കി പാടാൻ ശ്രമം. ഒന്ന് പാടി ആ സെക്കൻഡ് വൺ. ഉണരു നീ വീണേ ചൊരിയു നീരാഗം ഉണരു നീ വീണേ ചൊരിയു നീരാഗം. മോളുടെ ഓക്കെ. ഗോവിന്ദിന്റെ ഇപ്പൊ ആ രണ്ടാമത്തെ സംഗതി ഉണരു നീ വീണേ ചൊരിയു നീരാഗം. അത് ഒരുമിച്ച് പാടുമ്പോ ആ കോൺസെൻട്രേഷൻ പോകുന്നു. അത് ആ ശ്രുതി കുറച്ചുകൂടെ ചേരാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഞാൻ കൂടുതലും നിങ്ങളുടെ പെർഫോമൻസ് വൈസ് ആണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. പക്ഷേ ഈ എടുത്ത് പറയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഒന്ന് എന്തോ സംഭവിച്ച പോലെ തോന്നി, ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സ്പെഷ്യലി ഈ രണ്ടുപേരും ഇങ്ങനെ ഹാർമണിയൊക്കെ പാടുന്ന സമയത്ത് അത് നല്ലോണം ശ്രുതി ചേർന്നില്ലെങ്കിൽ കല്ല് കടിക്കും. അത് മാത്രമാണ് എനിക്കിതിൽ കൂടുതലായിട്ടും എടുത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം. അല്ലാതെ ഇറ്റ് വാസ് ഗുഡ്. ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടെങ്കിലും ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഇറ്റ് വാസ് ഗുഡ്. രണ്ടുപേരും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. ഗുഡ്. താങ്ക് യു ചേച്ചി. ശരത് സാർ, സാറ് നിന്റെ കൂടെ സ്റ്റെപ്പ്
ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. പറ്റുന്നില്ല അല്ല എനിക്ക് മറ്റേ ഇവിടെ ഇരിക്കാൻ. കാല് കൊണ്ട് ഇങ്ങനെ ആ, സ്റ്റെപ്പ് അതൊന്നുകൂടെ ഉണ്ടാവും. ആ കാണിച്ചേരാ. മാക്രിയുടെ കൂട്ടുള്ള അതൊന്ന് അതൊന്നുകൂടെ. കാണണമെന്ന് എനിക്കൊരു അനുപേട്ടാ. ആഗ്രഹമുണ്ട്. ബാക്കിലോട്ട് പോയി. നന്നായിട്ടുണ്ട് ഗോവിന്ദ. നൈസ് നൈസ് നൈസ്. അതൊക്കെ തകർത്ത് കേട്ടാ. ഇതിന്റെ പെർഫോമൻസ് ഒന്നും നമുക്ക് പറയാനില്ല. അത് സ്നേഹം നന്നായിരുന്നു മൊത്തത്തിൽ. ഈ ശ്രുതിയുടെ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഗോവിന്ദനുമായിട്ട് കുറച്ച് ചേരാൻ പറ്റാത്ത ഒരു സംഗതി. അപ്പം അതൊന്നും നോക്കിക്കോണം കേട്ടോ. അത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക ശ്രുതിക്ക്. ഞാൻ ഗോവിന്ദനൊരു സാധനം മേടിച്ചുകൊണ്ട് തരാം അടുത്ത വട്ടം വരുമ്പോൾ. പക്ഷെ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന വലിയ പാടാണ്. പക്ഷേ ചെയ്താൽ അതുകൊണ്ട് ഗുണമുണ്ടാവും. ഞാൻ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു സാർ. നന്നായിരുന്നു. പിന്നെ സ്നേഹ നന്നായിട്ട് പാടി. സ്നേഹ അത് ഇത് ആർക്കും അറിഞ്ഞുകൂടാ നമ്മൾ. പക്ഷേ ആ ഹുക്ക് ലൈൻ നന്നായിട്ട് കേട്ടിട്ടുണ്ട്, നമ്മളെവിടെയോ കേട്ടിട്ടുണ്ട്, അതിൽ ഡൗട്ടില്ല. പിന്നെ കോറസുകാർ അവരൊരു തുരുത്തും കൊണ്ട് ആദ്യം വരുന്ന കണ്ടായിരുന്നു, പിന്നെ ആ തുരുത്ത് അങ്ങ് വിട്ട്. അതെന്താ മൺട്രോ തുരുത്താ? ആരും നോക്കുന്നില്ല കേട്ടോ ആരും സാർ. നേരെ നോക്കുന്നില്ല, എല്ലാരും കള്ളത്തരം. ഒരു അസ്ഥാന സമയത്ത് തുരുത്തുരുത്ത് പിന്നെ കുറെ കഴിഞ്ഞിട്ട് പാടുന്നു. നിങ്ങളുടെ ആ തുരുത്ത് ഫേമസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൺട്രോ തുരുത്ത് അത് കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഹാർമണിയൊക്കെ ഒരു വിധം നന്നായിരുന്നു. അത്രേ ഉള്ളു ചക്കരകളെ. ഇതൊക്കെ ആയാലും ഒരു പാട്ട് കൊണ്ടുവന്ന് ഒരു നല്ല ഓളം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് ഇന്നോടോ. താങ്ക് യു സാർ. ഷാനിക. ഗോവിന്ദ്, സ്നേഹ. സാർ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, അങ്ങനെ പറയാം. ഇപ്പം ഇതൊരു പെർഫോമൻസ് റൗണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് സ്കോർ ചെയ്യാം. ഈ ഒരു പെർഫോമൻസിൽ ശ്രുതി ആയിരുന്നു നമ്മുടെ മെയിൻ വില്ലനായിട്ട് വന്നത്. ഗോവിന്ദന് സാധാരണ അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ കാണാത്തതാണ്. കാരണം എനിക്കൊന്ന് കഴിഞ്ഞ പെർഫോമൻസിൽ ഭയങ്കര വേഴ്സ്റ്റൈൽ ആയിട്ടുള്ളൊരു സിംഗറാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതാദ്യമായിട്ടാണ് ഗോവിന്ദ് ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു ശ്രുതി ചേരായിക ഒക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. സ്നേഹം നന്നായിട്ട് പാടി. ഗോവിന്ദന് കുറച്ചുകൂടെ ആവാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. എം ജി സാർ. ഗോവിന്ദോ. സാർ. സ്നേഹ, ഞാൻ ഷാൻ പറഞ്ഞെടുത്തൊന്ന് തുടങ്ങുകയാണ്. പെർഫോമൻസ് ഉഗ്രൻ, നല്ലൊരു കാര്യം, നല്ല രസമായിട്ട്. കാരണം ആരും കാണാത്ത സ്റ്റെപ്പുകളൊക്കെ ഇട്ട് വായൊക്കെ തുറന്നു വെച്ച് ഫ്രഞ്ചി കുഴപ്പമില്ല. പക്ഷെ ഈ ശ്രുതി എന്ന് പറയുന്നത് ഗോവിന്ദന് ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കുകയാണ്, പോകുന്നുണ്ട്. അനുപല്ലവി പാടിയപ്പം ശ്രുതി മൊത്തം പ്രശ്നമായിരുന്നു. ചരണം പാടിയപ്പം ഏകദേശം ഒത്തു. അതുപോലെ തന്നെ അനുപല്ലവിയിൽ നമ്മുടെ സ്നേഹ കറക്റ്റായിട്ട് പാടി. ചരണം വന്നപ്പോഴത്തേക്ക് സ്നേഹയ്ക്കും കൂടെ കുറച്ചങ്ങ് പോയി ശ്രുതി. എന്തായാലും പെർഫോമൻസ് നന്നായിരുന്നു. പാട്ട് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ ശ്രുതി നമുക്ക് ഒരിക്കലും ശരിയാക്കി തരാൻ പറ്റില്ല, നമുക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. പക്ഷേ പാട്ടാണെങ്കിൽ പഠിപ്പിക്കാം, ഇതുപോലെ പാട്, ഇങ്ങനെ സംഗതി പാടെന്ന് പറയാം. പക്ഷേ ശ്രുതി ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്, ശ്രുതി ചേരണം. ശ്രുതി ചേർന്നില്ലേ പോയി. അത് വേറെ സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, ശ്രുതി ശരിയാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെർഫോമൻസ് നന്നായിരുന്നു. ഗോഡ് ബ്ലെസ്, ഗുഡ് ലക്ക്. താങ്ക് യു സാർ. ഓക്കെ, മാർക്സ് വയ്ക്കാം. ആദ്യം സ്നേഹയുടെ മാർക്ക്. ചേച്ചി. സ്നേഹ മോളെ ഈ പെർഫോമൻസിന് 8.7. ഷാനിക. 8.7. എം ജി സാർ. ഇത്രയൊക്കെ ഉള്ളൂ, 8.7. ഓക്കെ, സോ ടോട്ടൽ 26.1. ശരത് സർ. എന്താ സ്നേഹ? ഓക്കെ, ഇനി ഗോവിന്ദ്. ചേച്ചി. ഗോവിന്ദ്, ശ്രുതി പ്രശ്നങ്ങൾ ഇപ്രാവശ്യം 8.5. ഷാനിക. 8.5. സെയിം ആണ്, 8.5. ഓക്കെ സർ. ഓക്കെ, സോ ടോട്ടൽ 25.5. ഓക്കെ,